സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ ഒരു പ്രഭാഷണത്തിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നത് പലരും കണ്ടു കാണും. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഓം എന്ന് ജപിക്കാൻ പാടുണ്ടോ? പല സ്ഥലത്തുള്ള ആചാര്യന്മാരും പറയുന്നു ഓം എന്ന് ജപിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ചെയ്യുന്നത് മഹാപാപമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് പറയുന്നു. എന്താണ് ഇതിന് യുക്തമായ ഒരു മറുപടി എന്നാണ് അവർ ചോദിക്കുന്നത്. ഓം എന്ന് ജപിക്കാനേ പാടില്ല സ്ത്രീകൾ. അത് മഹാ അപരാധമാണ്. ആണോ? പലരും പറയുന്നുണ്ട്. എന്നാൽ അവർ പറയുന്നത് വെച്ചാൽ ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ. ഒരു മന്ത്രം ജപിക്കുമ്പോഴും ഓംകാരം ജപിക്കാൻ പാടില്ല. സ്ത്രീകൾ തീരെ ജപിക്കാൻ പാടില്ല. അത് മഹാപാപമാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ ഒരു തരത്തിലും നിങ്ങളത് കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം സാക്ഷാൽ പാർവതി ദേവി ശിവഭഗവാനെ ഭജിച്ചത് ആ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് തപസ്സിരുന്നില്ലേ? കൃത്യമായിട്ട് പറയുന്നു പുരാണത്തിൽ, ശിവപുരാണത്തിൽ ഓം നമശിവായ എന്ന മന്ത്രമാണ് ജപിച്ചത്. ഏത് മന്ത്രത്തിനും അതിൻ്റെ ഒന്നിച്ച് നമുക്കറിയാം. നമ്മൾ കറി വെക്കുന്നുണ്ടല്ലോ, കറി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നിച്ച് ഉപ്പിട്ടിട്ടില്ല എങ്കിൽ ആ കറിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുക, ഒരു ടേസ്റ്റ് ഉണ്ടാവുക, ഒരു പൂർണ്ണതയുണ്ടാവുക. പായസം വെച്ചു, പായസത്തിനകത്ത് നമ്മൾ മധുരം ഇട്ടിട്ടില്ല എന്നിരിക്കട്ടെ, അത് പായസം ആവുമോ? ആകില്ല. നിങ്ങളുടെ ഏതിപ്പം നമശിവായ എന്നാവട്ടെ നാരായണായ എന്നാവട്ടെ അതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ഉണ്ടെങ്കിലും അതിൽ ഈ ഓംകാരം ചേർന്നാൽ മാത്രമേ അതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ, ഒരു ഗുണം കിട്ടുമല്ലോ. ഈ പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ ശബ്ദമാണ് ഓംകാരം, പ്രണവമന്ത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രണവമന്ത്രം ജപിക്കാൻ സ്ത്രീയെന്നോ പുരുഷനെന്നോ വകഭേദമില്ല. ഓം പരാശക്തിയേ നമഃ, പരാശക്തിയെ പോലും ഓംകാരം ചേർത്തിട്ടാണ് ജപിക്കുന്നത്. ഏത് മന്ത്രത്തിലും ഒന്നിച്ച് ഓംകാരം അങ്ങോട്ട് ചേർക്കുന്നു. ഇപ്പോൾ ഓം ശാന്താകാരം ഭുജഗശയനം, നമ്മൾ ശാന്താകാരം ഭുജഗശയനം എന്ന് ജപിക്കുന്നതിനേക്കാളും കൂട്ടത്തിൽ ഓം ചേർത്ത് ജയിക്കുമ്പോൾ അതിൽ പവർ കൂടും. നമ്മൾ വയറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, വീടിന് വയറിംഗ് എല്ലാം ചെയ്തു വെച്ചു, കാര്യമില്ല. അതിന് കറണ്ട് ഊർജം കൊടുക്കുന്നത് ആ വൈദ്യുതി കണക്ഷൻ കൊടുക്കുമ്പോഴാണ്. ആ കണക്ഷനാണ് ഇവിടെ ഓംകാരം. ഈ കണക്ഷൻ കൊടുത്താൽ മാത്രമേ അതിന് പൂർണ്ണത ഉണ്ടാവില്ല, അതിന് ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ യുക്തിക്ക് അനുസരിച്ച് ചിന്തിക്കുക. കാരണം എന്താ സ്ത്രീക്ക് മാത്രം പ്രത്യേകത? പുരുഷന് ജപിക്കാമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീക്ക് ജപിച്ചുകൂടാ? ഹൈന്ദവ സനാതന ധർമ്മത്തിൽ സ്ത്രീയെയും പുരുഷനെയും വേറിട്ട് ആചാരങ്ങൾ പറയുന്നില്ല. ഗണപതി ഹോമം ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. കാരണം പണ്ട് കാലങ്ങളിൽ ഇടക്കാലത്ത് സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അവർക്ക് ശാരീരികമായിട്ട് പുരുഷൻ്റെ അത്ര ഫലമല്ലാത്തത് കൊണ്ടും കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നതായതുകൊണ്ടും അവർക്ക് മറ്റുള്ള ഈ ക്ഷേത്രത്തിലേക്ക് വരാനോ കാര്യങ്ങൾ ചെയ്യാനോ സമയമില്ലാത്തത് കൊണ്ടും ഒക്കെയാണ് ഇത്തരത്തിൽ. കാരണം കുടുംബത്തിൽ മക്കളുടെ കാര്യം നോക്കണം, അതുപോലെ ഭർത്താവിൻ്റെ കാര്യം നോക്കണം, അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കണം, തൻ്റെ കാര്യങ്ങൾ നോക്കണം, വീടിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം അവരാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇത്തരം പൂജാതി കർമ്മങ്ങളിലൊന്നും ഏർപ്പെടാത്തത്. എന്നാൽ ഇപ്പോൾ നിരവധി ആൾക്കാർ ഈ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയൊരു ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ശ്രേഷ്ഠയായിട്ടുള്ള വ്യക്തിയാണ് അമൃതാനന്ദമയി. ആ അമൃതാനന്ദമയുടെ ഓം അമൃതേശ്വരിയേ നമഃ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് മന്ത്രം ജപിക്കുമ്പോഴും ഓംകാരം ജപിക്കണം, ഒരു സംശയവും വേണ്ട. അത് സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ വകഭേദമൊന്നുമില്ല. എന്നാലാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുക. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഇനി അത് ജപിക്കാതിരിക്കേണ്ടതില്ല. ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് അത് ജപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നു? ശരിയല്ലേ? എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അപ്പോൾ പറയുന്നത് എന്താ, സ്ത്രീ ചിലപ്പം ഇങ്ങനെ ആർത്തവമുള്ളതാകുന്നതുകൊണ്ടാണെന്ന് പറയുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതേ
ദേവിയല്ലേ പാർവതി ദേവി. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നമുക്കറിയാലോ, അവിടെ തൃപ്പുത്വാകുന്ന ചടങ്ങ് വരെയുണ്ട്. അപ്പോൾ ആ ദേവിയുടെ മന്ത്രം പോലും നമ്മൾ ഓംകാരം ചേർത്താണ് ജപിക്കുന്നത്. അപ്പോൾ എല്ലാ ദേവീദേവന്മാരുടെ മന്ത്രവും ഓംകാരം ജപിക്കാമെങ്കിൽ അത് സ്ത്രീക്കെന്നില്ല പുരുഷനെന്നില്ല എല്ലാവർക്കും ജപിക്കാം. ഒരു വിഷമവും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യണം, എന്താണ് സ്ത്രീകൾക്ക് പറ്റില്ല എന്ന് പറയാൻ. ആർത്തവം പറയാൻ പറ്റില്ല, കാരണം എല്ലാ ആർത്തവമുള്ള സമയത്തായാലും ഏത് സമയത്തായാലും ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നീയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഒരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും വേണമെങ്കിൽ ഉച്ചരിക്കുക. നമ്മളെന്തിനാ നാമം ജപിക്കുന്നത്? എന്തിനാ മന്ത്രം ജപിക്കുന്നത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർത്തവം വന്ന ഒരു സ്ത്രീയാന്നിരിക്കട്ടെ, ആർത്തവം വന്ന സ്ത്രീക്ക് മാനസികവും ശാരീരികമായി തളർന്നിരിക്കുന്ന സമയത്ത് ആരെ വിളിച്ചിട്ടാ അവർ പ്രാർത്ഥിക്കേണ്ടത്? കാലനെ വിളിച്ചിട്ടാ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ വിളിച്ചിട്ടാ? അവരവരുടെ ഇഷ്ടദേവനല്ലേ വിളിക്കുക. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ അവരുടെ ഇഷ്ടദേവതനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല, നാമം ജപിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ആ നാമം ജപിക്കുന്ന സമയത്ത് ഓംകാരം കൂട്ടി തന്നെ ഋതുമതിയായ സ്ത്രീകൾ ഓംകാരം കൂട്ടി ജപിച്ചാൽ ഒരു തെറ്റുമില്ല. എന്താ ജപിച്ചാൽ എന്താ? അവർക്ക് വേണ്ടിയാണ് ജപിക്കുന്നത്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല. അവരുടെ ഗുണത്തിന് വേണ്ടി, അവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ജപിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർക്കാണ് ഈ അശുദ്ധിയും കുശുദ്ധിയും ഒക്കെ വരുന്നത്. ഈശ്വരന് ഒരു അശുദ്ധിയും ഇല്ല. ആരുടെയും അശുദ്ധി ഈശ്വരനില്ല. പ്രസവിക്കുന്ന ഒരു അമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് ആ പ്രസവത്തിന് തൊട്ട് മുമ്പ് ഈ അമ്മയുടെ വയറ്റിലാണ് ഈ കുട്ടി കിടക്കുന്നത്. ചവിട്ടും തൊഴിക്കും ഒക്കെ ചെയ്യും, പക്ഷെ അമ്മക്കതൊരു വിഷമമില്ല. ഈ ചെറിയ കുട്ടിയെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി അപ്പിയിട്ട് മൂത്രമൊഴിക്കും, ആ അമ്മക്കതൊരു പ്രയാസമല്ല. അത് മറ്റുള്ളവർക്കാണ് ഒരു അറപ്പുണ്ടാക്കുന്നത്, നമുക്കൊരു അറപ്പുണ്ടാവില്ല ആ അമ്മക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെല്ലാം ആ പരാശക്തിയുടെ മക്കളാണ്, നമ്മളെല്ലാം ആ സാക്ഷാൽ ചൈതന്യത്തിൻ്റെ ഭക്തന്മാരാണ്, അല്ലെങ്കിൽ ആ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നമ്മളത് കേട്ടിട്ട് അതുപോലെ പോകേണ്ടതില്ല. നമുക്ക് എപ്പോഴും നാമം ജപിക്കാം, എപ്പോഴും മന്ത്രം ജപിക്കാം. ആ എപ്പോൾ ജപിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഓംകാരം ചേർത്ത് തന്നെ ജപിക്കണം. ഓം നമശിവായ, ഓം നമോ നാരായണായ എന്നൊക്കെ നമ്മൾ ജപിക്കാം, ഒരു തെറ്റില്ല. എന്നാലേ അതിനൊരു പൂർണ്ണത വരുന്നുള്ളൂ. നോക്കൂ, ശ്രേഷ്ഠമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം സ്ത്രീകൾക്ക് ജപിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, നിരവധി ആൾക്കാർ. സ്ത്രീകൾക്കും ജപിക്കാം, പുരുഷന്മാർക്കും ജപിക്കാം. അപ്പോൾ അതിലൊന്നാമത്തെ വരെ എന്താ? ഓം ഭൂർഭുവസ്വ എന്നല്ലേ? ഓം ഭൂർഭുവസ്വ എന്ന് ജപിക്കണമെങ്കിൽ ആദ്യം ഓംകാരം വേണം. അപ്പം സ്ത്രീകൾ ജപിച്ചു പോയില്ലേ? എന്ത് ചെയ്യും? ഒരു തെറ്റുമില്ല. അപ്പോൾ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും, ചണ്ഡാളന് പോലും ഈ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം, ഈശ്വരീയ നാമങ്ങൾ ജപിക്കാം, മന്ത്രങ്ങൾ ജപിക്കാം. അതിലൂടെ അവർക്ക് മനസ്സും ശരീരവും ആത്മീയതയുടെ ആ മൂർധന്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ആരും പറയുന്നിട്ട് നമ്മൾ പിന്തിരിയേണ്ട ആവശ്യമില്ല. ഗായത്രി മന്ത്രം ദിവസവും ജപിക്കാം, എല്ലാവർക്കും ജപിക്കാം. ശ്രദ്ധിക്കുക, ഗായത്രി മന്ത്രം ജപിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ സൂര്യൻ അസ്തമിച്ചിട്ട് 1 മണിക്കൂർ വരെയുള്ള സമയത്ത് ജപിക്കാം. കാരണം 6 മണിക്കാണ് അസ്തമിക്കുന്നുണ്ടെങ്കിൽ 7 മണി വരെ ജപിക്കാം. പിന്നെ ഗായത്രി ജപിക്കരുത്. രാവിലെ ആണെങ്കിലോ ഉദയത്തിൻ്റെ 1 മണിക്കൂർ മുമ്പ് വരെയുള്ള സമയത്ത് ജപിക്കാം. പകൽ ഏത് സമയത്തും ജപിക്കാം ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവാണ്. അതുകൊണ്ട് തന്നെ യാതൊരു മടിയും വേണ്ട, ധൈര്യത്തിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോ ഇനിയും വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ നോക്കൂ, സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവിടെ തൊടുകയും കൊണ്ടും ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ കഴിയും. അന്നേരം തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൊണ്ട് തൊട്ട് കൊടുക്കുക, തീർന്നു. ഞാനിവിടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശം വരും കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.